വളരെ ഇമ്പോർട്ടൻറ്റും സിമ്പിളുമായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ് ആണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ഒരു സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിൻ്റെ സെൻറ്റൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് നോർമലി ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് എ വോയിസ്? വോയിസ് എന്ന് പറയുന്നത് വോയിസ് ഓഫ് എ വെർബ് ടെൽസ് വെദർ ദ സബ്ജക്റ്റ് പെർഫോംസ് ഓർ റിസീവ്സ് ആൻ ആക്ഷൻ. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ സബ്ജക്റ്റിനെയും വെർബിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് എന്താണെന്ന് പറയുന്നത്. ഒരു വെർബിൻ്റെ വോയിസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സബ്ജക്റ്റ് ആണോ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്, അതോ ആ സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുകയാണോ. ഇതാണ് വോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ വോയിസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയും വെർബിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. വെർബിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുകയാണോ പെർഫോം ചെയ്യുകയാണോ എന്ന്. അപ്പം മെയിനായിട്ട് വെർബിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇതാണ് വോയിസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ വോയിസ്? ദ വോയിസ് ഓഫ് എ വെർബ് tells whether the subject performs or receives the action. ഇതെന്താണെന്ന് നമുക്കൊരു എക്സാമ്പിളിൽ കൂടി പറയാം. വോയിസ് എന്ന് പറയുമ്പോഴത്തേനും അതിന് രണ്ട് ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് വോയിസ്, ഒന്ന് പാസീവ് വോയിസ്. ഒരെണ്ണത്തിൽ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആയിരിക്കും വെർബ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് വോയിസിൻ്റെ കേസ് എടുക്കാം. ഒരു ഡോറ് തുറക്കുകയാണ്. അതെങ്ങനെ നമ്മൾ ആക്റ്റീവ് വോയിസിൽ പറയും? ഒരാൾ ഒരു ഡോർ ഓപ്പൺ ചെയ്തു. ഹീ ഓപ്പൺഡ് ദ ഡോർ. ഇതാണൊരു സെൻറ്റൻസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഡോറ് ഒരാൾ തുറന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു ഡോറ് തുറന്നു. ഹീ ഓപ്പൺഡ് ദ ഡോർ. അവൻ ഡോർ തുറന്നു. പാസീവ് വോയിസിൽ ഇതെങ്ങനെ വരും? എന്ത് മാറ്റം വരും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സബ്ജക്റ്റ്, ഇത് വെർബ്, ഇത് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. പാസീവ് വോയിസിൽ വരുമ്പോൾ ഇത് തിരിഞ്ഞു വരും. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആവും, വെർബിന് മാറ്റം വരും, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹിം. ആക്റ്റീവ് വോയിസിൽ ഹീ ഓപ്പൺഡ് ദ ഡോർ, പാസീവ് വോയിസിൽ ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹിം. ഇതാണ് ബേസിക് ആയിട്ട് ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്.
ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നു ഒബ്ജക്റ്റിൽ. ഇവിടെ സബ്ജക്റ്റ് ആക്ഷൻ വെർബ് റിസീവ് ചെയ്യുന്നു. സബ്ജക്റ്റ് ആക്ഷൻ റിസീവ് ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം. ഇനി എന്തുകൊണ്ടാണ് ആക്റ്റീവ് പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത്? നോർമലി നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ ഹീ ഓപ്പൺഡ് ദ ഡോർ അത്രയും പറഞ്ഞാൽ മതി. പക്ഷേ എന്തിനാണ് ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹിം എന്ന് പറയുന്നത്? അതായത് പാസീവ് വോയിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പാസീവ് വോയിസ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെൻ സബ്ജക്റ്റ് ഈസ് നോട്ട് നോൺ. അതായത് നമ്മുടെ നോർമൽ സെൻറ്റൻസിൽ സബ്ജക്റ്റ് നോൺ അല്ലെന്നുണ്ടെങ്കിൽ, അറിയാവുന്ന കാര്യമല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പാസീവ് വോയിസിലോട്ട് മാറ്റി എഴുതാം. കാരണം അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റായി മാറും. അപ്പോൾ ദിസ് ടെമ്പിൾ വാസ് ബിൽറ്റ് 5 years ago. ഈ ടെമ്പിൾ 5 വർഷം മുന്നാണ് പണിതത്. ആര് പണിതു? തന്നിട്ടില്ല. എപ്പോൾ പണിതു? 5 വർഷം മുന്നേ. അപ്പോൾ ഇവിടെ ടെമ്പിളിനാണ് ഇമ്പോർട്ടൻസ്. ഇത് പാസീവ് വോയിസ് ആണ്. യൂസേജ് ഓഫ് പാസീവ് വോയിസ്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് എല്ലാം പാസീവ് വോയിസ് ആണ്. ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് ദേ ബിൽറ്റ് ദി ടെമ്പിൾ 5 years ago. അപ്പോൾ അത് മാറിയിട്ടാണ് ദിസ് ടെമ്പിൾ വാസ് ബിൽറ്റ് 5 years ago എന്ന് വന്നത്. കാരണം ഇവിടെ വെയിറ്റേജ് ടെമ്പിളിനാണ് കൊടുത്തേക്കുന്നത്, ബൈ ഹൂമിനല്ല. അടുത്തത് ദ മിറർ വാസ് ബ്രോക്കൺ യെസ്റ്റർഡേ. ബൈ ഹൂം തന്നിട്ടില്ല. സബ്ജക്റ്റ് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ദ മിറർ വാസ് ബ്രോക്കൺ യെസ്റ്റർഡേ ബൈ ഹിം എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ട് മാറും. പക്ഷേ ഇവിടെ നമ്മൾ മിററിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, സബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പാസീവ് വോയിസ് യൂസ് ചെയ്യാം. പാസീവ് വോയിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാനായിട്ട് പറ്റും. ഇനി അത് സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാത്ത കേസ്, ആരാണ് മിറർ പൊട്ടിച്ചെന്ന് അറിയത്തില്ല, ബൈ ഹിം ആണോ ഹെർ ആണോ ദേ ആണോ, അതറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ടെമ്പിൾ വാസ് ബിൽറ്റ് ബൈ ഹൂം, ദേ ആണോ ദെം ആണോ ഹീ ആണോ ഹെർ ആണോ കിങ് ആണോ അറിയത്തില്ല. അപ്പോൾ സബ്ജക്റ്റ് അൺനോൺ ആയിട്ടുള്ള കേസിൽ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നു. പിന്നെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഹീ റൈറ്റ് എ സ്റ്റോറി, അവിടെ സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ്. രാമായണ വാസ് റിട്ടൺ ബൈ വാൽമീകി. ദ സ്റ്റോറി വാസ് റിട്ടൺ ബൈ കാളിദാസ. ഇവിടെ ആ സ്റ്റോറിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ദ സ്റ്റോറി വാസ് റിട്ടൺ ബൈ കാളിദാസ, അവിടെ നമ്മൾ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട്, അതായത് ആക്റ്റീവ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ എഴുതുന്നത്. ദ ഡിയർ വാസ് കിൽഡ് ബൈ ദ പീപ്പിൾ. നോർമലി അത് ആക്റ്റീവ് വോയിസിൽ എങ്ങനെ വരും? ദ പീപ്പിൾ കിൽഡ് ദി ഡീർ. പീപ്പിൾ കിൽഡ് ദി ഡീർ. അതിനെയാണ് പാസീവ് വോയിസിൽ നമ്മൾ ഡിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ദ ഡിയർ വാസ് കിൽഡ് ബൈ ദ പീപ്പിൾ. അപ്പോൾ പാസീവ് വോയിസ് ക്യാൻ ബി യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗീവ് വെയിറ്റേജ് ടു ദ ഒബ്ജക്റ്റ്, വെൻ ഇറ്റ് ഈസ് നെസസറി ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് പാസീവ് വോയിസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടു ഡിസ്ക്രൈബ് സയൻറ്റിഫിക് ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെ ടെക്നിക്കലായിട്ടുള്ള എന്ത് കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് പാസീവ് വോയിസ് യൂസ് ചെയ്യാം. എയ്റോപ്ലെയിൻ വാസ് ഇൻവെൻറ്റഡ് ബൈ റൈറ്റ് ബ്രദേഴ്സ്. ആരാണ് എയ്റോപ്ലെയിൻ ഇൻവെൻറ്റ് ചെയ്തത്? റൈറ്റ് ബ്രദേഴ്സ്. ഇമ്പോർട്ടൻസ് എന്തിനാണ്? എയ്റോപ്ലെയിൻ എന്ന ഗ്രേറ്റസ്റ്റ് ഡിസ്കവറിക്കാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, മോർ വെയിറ്റേജ്. സീറോ വാസ് ഇൻവെൻറ്റഡ് ബൈ ആര്യഭട്ട. ആര്യഭട്ട എന്ന് പറയുന്നത് ഒരു ടൈമിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സയൻറ്റിസ്റ്റാണ്. സീറോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻവെൻഷനാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എയ്റോപ്ലെയിൻ അല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡീറ്റെയിൽസിന് ഇൻവെൻഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് പാസീവ് വോയിസ് മെയിനായിട്ട് യൂസേജ് വരുന്നത്. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ഒബ്ജക്റ്റ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമുക്ക് പാസീവ് വോയിസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് അൺനോൺ ആയിരിക്കണം. ഇത്രയാണ് ഇതിൻ്റെ ഒരു റൂൾസ്. ഇനി ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വരുമ്പോഴത്തേനും ചില വെർബ് ഫോംസ് എങ്ങനെ മാറുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെർബ് ഫോംസ് ആക്റ്റീവും പാസീവും വോയിസിൽ എങ്ങനെയൊക്കെ മാറുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്
V1 ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹീ സിങ് എ സോങ്, V1 ആണ് അവിടെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറും? ആം, ഈസ്, ആർ പ്ലസ് V3. V1 ആണ് ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിൽ വരുമ്പോൾ ആം, ഈസ്, ആർ പ്ലസ് V3 ആയിട്ട് വെർബ് ഫോം മാറും. ഇതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം, അന്നേരം കൂടുതൽ മനസ്സിലാവും. സെക്കൻഡ് കേസിൽ V2 ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 ആയിട്ട് മാറും. തേർഡ് എന്ന് പറയുന്നത് V1 പ്ലസ് ING ബീയിങ് പ്ലസ് V3 ആയിട്ട് മാറും വെർബ് ഫോം. കണ്ടിന്യൂസ് ഫോം ആണെന്നുണ്ടെങ്കിൽ അത് ബീയിങ് പ്ലസ് V3 ആയിട്ട് മാറും. ഫോർത്ത് എന്ന് പറയുന്നത് ഹാവ് പ്ലസ് V3, അതെങ്ങനെ മാറും? ഹാവ് ബീൻ പ്ലസ് V3 ആയിട്ട് മാറും. ഫിഫ്ത്ത് എന്ന് പറയുന്നത് വിൽ പ്ലസ് V1, എങ്ങനെ മാറും? വിൽ ബി പ്ലസ് V3 ആയിട്ട് മാറും. ഇത്രയാണ് മെയിനായിട്ട് വെർബ് ഫോംസിൽ വരുന്ന വ്യത്യാസം, ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ വരുമ്പോഴത്തേനും. ഈ 5 റൂൾസ്. V1 എന്ന് പറയുന്നത് ആം, ഈസ്, ആർ പ്ലസ് V3. V2 എന്ന് പറയുന്നത് വാസ് ഓർ വെയർ, പാസ്റ്റിൽ വരുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3. കണ്ടിന്യൂസ് ഫോം V1 പ്ലസ് ING വരുമ്പോൾ അത് ബീയിങ് പ്ലസ് V3 ആയിട്ട് മാറും. ഫ്യൂച്ചർ ഹാവ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ പ്ലസ് V3 ആയിട്ട് മാറും. പെർഫെക്റ്റ് ഹാവ് പ്ലസ് V3 വരുമ്പോൾ ഹാവ് ബീൻ പ്ലസ് V3 ആയി മാറും. ഫ്യൂച്ചർ വിൽ പ്ലസ് V1 വരുമ്പോൾ വിൽ ബി പ്ലസ് V3 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, പിന്നെ ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റൂളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഹീ സിങ് എ സോങ്, ഇതെന്താണ്? V1 എങ്ങനെ മാറും എന്നാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഫോമിൽ. ആം, ഈസ്, ആർ പ്ലസ് V3. അപ്പോൾ ഹീ സിങ് എ സോങ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലുള്ളത്, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇത് പാസീവ് വോയിസിലോട്ട് എങ്ങനെ മാറും? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇത് പാസീവിൽ വരുമ്പോൾ എങ്ങനെയായിട്ട് മാറും? ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ്. ഇത് ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല, പക്ഷേ സിമ്പിൾ കേസസ് ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എ സോങ് ഒബ്ജക്റ്റ് നമ്മൾ എഴുതി, ഈസ് ആം, ഈസ്, ആറിൽ പ്രസൻ്റ് ആയതുകൊണ്ട് ഈസ് നമ്മൾ ചൂസ് ചെയ്തു. എ സോങ് ഈസ്. എ സോങ് ആം പറയാം, ഐക്ക് മാത്രമേ ആം പറയാൻ പറ്റുള്ളൂ. ഈസ് യൂസ് ചെയ്യാം. സോങ്സ് വന്നു കഴിഞ്ഞാൽ ആർ യൂസ് ചെയ്യാം. സോങ്സ് ആർ സങ് ബൈ ദം എന്നാണെങ്കിൽ. അപ്പം ഇവിടെ എ സോങ് ഈസ്, ഈ ആം, ഈസ്, ആർ പ്ലസ് V3 ആണ് വെർബ് വരേണ്ടത്. V1 എന്നുള്ളത്. സോ ഇവിടെ സിങ് എന്ന് പറയുന്നതാണ് വെർബ്. സിങ് എന്ന് പറയുന്നതാണ് വെർബ്. അതെങ്ങനെ വരും? ഈസ് പ്ലസ് V3, സാങ്. സിങ്, സാങ്, സങ്. ഈസ് പ്ലസ് സങ് എന്ന് വരും. അപ്പോൾ എ സോങ് ഈസ് സങ് ബൈ ഹിം. അപ്പോൾ ഹീ സിങ് എ സോങ് എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസ്. അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെ വരും? എ സോങ് ഈസ് സങ് ബൈ ഹിം. ഇതാണ് ഇതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി ഇതേ റൂളിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഷീ സാങ് എ സോങ്. എന്താണ് ഇവിടെ വ്യത്യാസം? ആദ്യം സിങ് ആയിരുന്നു, ഇവിടെ സാങ് ആയിരുന്നു. V1 ആയിരുന്നു, V2 ആയിരുന്നു. അപ്പം V2ൻ്റെ റൂൾ എന്താണ്? വാസ് ഓർ വെയർ
പ്ലസ് V3 പ്ലസ് ബൈ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? എ സോങ് പാസ്റ്റ് അല്ലേ, വാസ് വരും. അവിടെ ഈസി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആറും പറ്റത്തില്ല. വാസ് ഓർ വേറെ സെക്കൻഡ് റൂൾ വരും. എ സോങ് വാസ് സങ് ബൈ ഹെർ. V2 ആയിരുന്നത് വാസ് ഓർ വെയർ പ്ലസ് V3 ആയി മാറി. സാങ് ആയിരുന്നത് ഉള്ളത് വാസ് പ്ലസ് സങ് ബൈ ഹെർ. എ സോങ് വാസ് സങ് ബൈ ഹെർ. അടുത്തത് കണ്ടിന്യൂസിൻ്റെ കേസ്. ഹീ ഈസ് സിംഗിങ് എ സോങ്. ഹീ ഈസ് സിംഗിങ് എ സോങ്. എ സോങ്, ഇതിൻ്റെ റൂൾ എന്താണ്? V1 പ്ലസ് ING ഗീവ്സ് ബീയിങ് പ്ലസ് V3. അപ്പോൾ എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഹിം. എ സോങ് ബീയിങ് സങ് ബൈ ഹിം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആകത്തില്ല. എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഹിം. ഇതാണ് തേർഡ് റൂള്. ഇനി ഫോർത്ത്, ഹാവ് പ്ലസ് V3യുടെ റൂള്. ദേ ഹാവ് ബോട്ട് എ കാർ. ഹാവ് പ്ലസ് V3 എന്നുള്ളത് ഹാവ് ബീൻ പ്ലസ് V3 ആയിട്ട് മാറും. അപ്പം ദേ ഹാവ് ബോട്ട് എ കാർ. എ കാർ ഹാവ് ബീൻ ബോട്ട് ബൈ ദം. ഇതെല്ലാത്തിൻ്റെ കൂടെയും ബൈ ഉണ്ട്. എ സോങ് വാസ് സിംഗ് ബൈ ഹിം. എ സോങ് വാസ് സങ് ബൈ ഹെർ. ഇഫ് ബോട്ട് ബൈ ദം. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കൂടെയും ബൈ ആഡ് ചെയ്യണം. ബൈ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഹാവ് പ്ലസ് V3 വരുന്ന കേസിൽ ഹാവ് ബീൻ പ്ലസ് V3 ആയിട്ട് മാറും. ദേ ഹാവ് ബോട്ട് എ കാർ ഹാവ് ബീൻ ബോട്ട് ബൈ ദം. അടുത്തത് ദേ വിൽ ബൈ എ ഹോം. വിൽ BUY. വിൽ പ്ലസ് V1 എന്നുള്ളത് വിൽ ബി പ്ലസ് V3 ആയിട്ട് മാറും. ദേ വിൽ ബൈ എ ഹോം. എ ഹോം വിൽ ബി V3 ബോട്ട്. ബൈയുടെ V3 ബോട്ട് ബൈ ദം. എ ഹോം വിൽ ബി ബോട്ട് ബൈ ദം. ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് ആമീസ് ആർ പ്ലസ് V3 ആവും. V2 എന്ന് പറയുന്നത് വാസ് ഓർ വെയർ പ്ലസ് V3. കണ്ടിന്യൂസ് V1 പ്ലസ് ING എന്ന് പറയുന്നത് ബീയിങ് പ്ലസ് V3. ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നത് ഹാവ് ബീൻ പ്ലസ് V3. വിൽ പ്ലസ് V1 എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് V3. ഇത്രയാണ് ബേസിക് റൂൾസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ പ്ലേ ക്രിക്കറ്റ്. ഇതെങ്ങനെ പാസീവ് വോയിസിലോട്ട് വരും? പാസീവ് വോയിസ് ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ദം. V1 എന്ന് പറയുന്നത് ആമീസ് ആർ പ്ലസ് V3 ആയിട്ട് മാറി. ഫസ്റ്റ് റൂള്. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷീ ലൈക്സ് മ്യൂസിക്. പാസീവ് വോയിസ് എങ്ങനെ വരും? മ്യൂസിക്
ഈസ് ലൈക്ക്ഡ് ബൈ ഹെർ. ഇവിടെ നമ്മൾ മ്യൂസിക് ഈസ് ബീയിങ് ലൈക്ക്ഡ് ബൈ ഹെർ എന്നൊന്നും എഴുതരുത്. അത് കണ്ടിന്യൂസ് ഫോം വരുമ്പോൾ മാത്രമാണ് എഴുതേണ്ടത്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. അത് കണ്ടിന്യൂസിൻ്റെ കേസ്. അടുത്തത് വി സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അവിടെ നമ്മൾ ഇംഗ്ലീഷ് ഈസ് ബീയിങ് സ്പോക്കൺ ബൈ അസ് എന്ന് എഴുതരുത്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ അസ്. അടുത്തത് കൗ ഗീവ്സ് മിൽക്ക്. മിൽക്ക് ഈസ് ഗീവൺ ബൈ കൗ. അടുത്ത എക്സാമ്പിൾ ഷീ ഫിനിഷ്ഡ് ദ വർക്ക്. ഇത് പാസ്റ്റ് ആണ്, V2 ആണ്. ദ വർക്ക് വാസ് ഫിനിഷ്ഡ് ബൈ ഹെർ. The work was finished by her. She finished the work. The work was finished by her. 6. He paid the bill. Again past ആണ്, paid ആണ്. Pay, paid, paid. He paid the bill. എങ്ങനെ വരും? ആദ്യം ഒബ്ജക്റ്റ്. The bill പാസ്റ്റ് അല്ലേ, വാസ് ഓർ വെയർ. ബില്ലാവുമ്പോൾ വാസ്. ബിൽസ് ആണെങ്കിൽ വെയർ. The bills were paid by them. ഇവിടെ he paid the bill. The bill എഴുതി, പെയ്ഡ് ആണ്, വാസ് വന്നം, പാസ്റ്റ് വന്നം, വാസ്. ആരാണ് പേ ചെയ്തത്? ബൈ ഹിം. ദ ബിൽ വാസ് പെയ്ഡ് ബൈ ഹിം. ബിൽ വാസ് പെയ്ഡ്. ബിൽ വാസ് പെയ്ഡ് ബൈ ഹിം. അടുത്തത് ഷീ ന്യൂ ദ റിസൾട്ട്. ഷീ ന്യൂ ദ റിസൾട്ട്. അപ്പോൾ ഫസ്റ്റ് ദ റിസൾട്ട് പാസ്റ്റ് ആണ്, വാസ് നോൺ ടു ഹെർ. ഇതേ സെൻറ്റൻസ് തന്നെ ഒന്ന് മാറ്റി എഴുതട്ടെ. ദേ ന്യൂ ദ റിസൾട്ട്. ഇവിടെ പ്ലൂറലാണ്. അപ്പോൾ എങ്ങനെ വരും? ദ റിസൾട്ട് വേറെ വരുമോ? ഇല്ല. വാസ് നോൺ ടു ദം. ദ റിസൾട്ട് വാസ് നോൺ ടു ദം. ഇത് ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ ദേ ന്യൂ ദ റിസൾട്ട്സ്. റിസൾട്ട്സ് അഗെയിൻ ഇവിടെയും പ്ലൂറൽ, ഇവിടെയും പ്ലൂറൽ. ദ റിസൾട്ട്സ് വെയർ നോൺ ടു ദം. ഇതുപോലെ തന്നെ ഹീ ന്യൂ ദ റിസൾട്ട്. റിസൾട്ട്സ്. ദ റിസൾട്ട്സ് ഇവിടെ സിംഗുലർ, ഇവിടെ പ്ലൂറൽ. റിസൾട്ട്സ് വെയർ നോൺ ടു ഹിം. ഇതാണ് ഒരേ സെൻറ്റൻസിൻ്റെ 4 വേരിയേഷൻസ്. സിംഗുലർ സിംഗുലർ, പ്ലൂറൽ സിംഗുലർ, പ്ലൂറൽ പ്ലൂറൽ, സിംഗുലർ പ്ലൂറൽ. അപ്പോൾ അത് വെർബിൽ വരുന്ന വ്യത്യാസങ്ങളാണത്, ഹെൽപ്പിംഗ് വെർബിൽ. അടുത്തത് ഹീ റോട്ട് എ സ്റ്റോറി. ഹീ റോട്ട് എ സ്റ്റോറി. ഹീ റോട്ട് എ സ്റ്റോറി. എ സ്റ്റോറി വാസ് written by him. Second rule, V2, was or were plus V3 plus by. 12th, she cut the cake.
The cake was cut by her. അടുത്ത നമുക്ക് കണ്ടിന്യൂസിലോട്ടൊന്ന് കയറി നോക്കാം. പ്രതിഭ was singing a song. അതെങ്ങനെ ഒരു എ സോങ് അത് ആദ്യം എഴുതണം. വാസ് പാസ്റ്റ് തന്നെയാണ്. സിംഗിങ് അല്ലേ, ING ആണ്. ബീയിങ് പ്ലസ് V3. സിംഗിൻ്റെ V3 സങ്. എ സോങ് വാസ് ബീങ് സങ് ബൈ പ്രതിഭ. ഇതാണ് കണ്ടിന്യൂസിൻ്റെ. V1 പ്ലസ് ING വരുമ്പോഴത്തേനും ബീയിങ് പ്ലസ് V3. 14th. He is writing a novel. He is writing a novel. A novel is being written by him. 15th. They are playing games. ഇതെങ്ങനെ വരും? ഗെയിംസ് പ്ലൂറലാണ്. ഗെയിംസ് ആർ ബീയിങ് പ്ലേയിങ്. ബീയിങ് പ്ലസ് V3. ഗെയിംസ് ആർ ബീയിങ് പ്ലേയ്ഡ്. പ്ലേയ്ഡ് ബൈ them. 16. We are learning English. We are learning English. English is being learned by us. English is being learned by us. Ravi is driving the car. The car is being V3. driven by Ravi. അടുത്ത നമുക്ക് പെർഫെക്റ്റ് തൊട്ടൊന്ന് പോയി നോക്കാം. She has paid the bill. The bill has been paid by her. The bill has been paid by her. I have seen the cinema. The cinema has been seen by me. The cinema has been seen by me. I have seen the cinema. The cinema has been. ഇവിടെ സിനിമ സിംഗുലർ ആണ്, അപ്പോൾ അവിടെ ഹാവ് എഴുതാൻ പറ്റില്ല. ദി സിനിമ ഹാവ് ബീൻ എന്ന് പറ്റത്തില്ല. ദി സിനിമ ഹാസ് ബീൻ സീൻ ബൈ മീ. He had taken a book. A book had been taken by him. He had taken a book. A book had been taken by him. We have finished the work. The work
വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ അസ്. ഇനി നമുക്ക് താഴോട്ട് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. അപ്പോൾ ഷീ ഹാസ് ടോൾഡ് എ സ്റ്റോറി. എ സ്റ്റോറി ഹാസ് ബീൻ ടോൾഡ് ബൈ ഹെർ. ഷീ ക്യാൻ സോൾവ് ദി പ്രോബ്ലം. ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ ഹെർ. ഷീ മേ ആസ്ക് യു. യു മേ ബി ആസ്ക്ഡ് ബൈ ഹെർ. ഹീ മസ്റ്റ് ഫിനിഷ് ദ വർക്ക്. ദ വർക്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ് ബൈ ഹിം. അടുത്തത് ഹീ കാൺട്ട് പേ ദ ബിൽ. The bill can't be paid by him. The bill can't be paid by him. She doesn't drink milk. Milk is not drunk by her. Milk is not drunk by her. They don't play cricket. Cricket is not played by them. He didn't buy the book at you. The book was not bought by him. Do you play cricket? Is cricket played by you? Do becomes is. Did you take lunch? Was lunch taken by you? Does he spend money? Is money spent by him? Did he spend money? Did he send the message? Was the message sent by him? Do you speak English? Is English spoken by you? She didn't invite him. He was not invited by her. I don't eat apples. Apples are not eaten by me. Please come. ഇനി കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലീസ് കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യാം. റിക്വസ്റ്റഡ്, ഓർഡേർഡ്, ആസ്ക്ഡ്, അങ്ങനത്തെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്ലീസ് കം എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ്. സോ യു ആർ requested to come. Please pay the bill. You are requested to pay the bill. 38. Don't move. You are ordered not to move. You are ordered not to move. 39. Don't shout. You are ordered not to shout. Don't shout. You are ordered not to shout. Please come. You are requested to come. Please pay the bill. You are requested to pay the bill. Don't move. You are ordered not to move. Don't shout. You are ordered not to shout. Please help. You are requested to help. Don't run. You are ordered not to run. Open the door. Let the door be opened. ഇത് വേറൊരു രീതിയിൽ കൂടി പറയാം. യു ആർ റിക്വസ്റ്റഡ് ടു ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ യു ആർ ഓർഡേഡ് ടു ഓപ്പൺ ദ ഡോർ. ഡു ദ വർക്ക്. ലെറ്റ് ദ വർക്ക് ബി ഡൺ. യു ആർ ഓർഡേഡ് ടു ഡു ദ വർക്ക്. യു ആർ റിക്വസ്റ്റഡ് ടു ഡു ദ വർക്ക് എന്ന് പറയുന്നതിൽ നല്ലത് യു ആർ ഓർഡേഡ് ടു ഡു ദ വർക്ക് എന്നുള്ളത്. രണ്ട് യൂസ് ചെയ്യാം. ലെറ്റ് മീ സീ ദ പിക്ചർ.
ലെറ്റ് ദ പിക്ചർ ബി സീൻ ബൈ മീ. ലെറ്റ് ഹിം ഡു ദ വർക്ക്. ലെറ്റ് ദ വർക്ക് ബി ഡൺ ബൈ ഹിം. ഡിക്ലെയർ ദ റിസൾട്ട്. ലെറ്റ് ദ റിസൾട്ട് ബി ഡിക്ലെയർഡ്. യു ആർ ഓർഡേഡ് ടു ഡിക്ലെയർ ദ റിസൾട്ട്. ഇവിടെ റിക്വസ്റ്റിനേക്കാൾ കൂടുതൽ അതൊരു ഓർഡറിങ് കമാൻഡ് രീതിയിലാണ് ഇതിൻ്റെ ടോൺ വരുന്നത്. അതുകൊണ്ടാണ് യു ആർ ഓർഡേഡ് ടു ഡിക്ലെയർ ദ റിസൾട്ട്, അല്ലെങ്കിൽ യു ആർ റിക്വസ്റ്റഡ് ടു ഡിക്ലെയർ ദ റിസൾട്ട് എന്ന് പറയാത്തത്. യു ആർ ഓർഡേഡ് ടു ഡിക്ലെയർ ദ റിസൾട്ട്. രവി ഗിവ് മീ എ ബുക്ക്. രണ്ട് രീതി എഴുതാം. എ ബുക്ക് വാസ് ഗിവൺ ടു മീ ബൈ രവി. എ ബുക്ക് വാസ് ഗിവൺ ടു മീ ബൈ രവി. എ ബുക്ക് വാസ് ഗിവൺ ടു മീ ബൈ രവി. I was given a book by Ravi. I was given a book by Ravi. A book was given to me by Ravi. I was given a book by Ravi. No one asked me. I was not asked by anyone. People speak English all over the world. English is spoken all over the world ബൈ പീപ്പിൾ എന്ന് അവിടെ ആവശ്യമുള്ളതല്ല. ഇപ്പോൾ മെനി പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ് ബൈ മെനി പീപ്പിൾ. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ് എന്ന് പറയുമ്പോൾ ബൈ പീപ്പിൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, പീപ്പിളല്ലേ സംസാരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബൈ പീപ്പിൾ അവിടെ അവോയ്ഡ് ചെയ്തത്. ഹൂ ഹാസ് ടോട്ട് യു ഇംഗ്ലീഷ്? ബൈ ഹൂം ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ടു യു. അടുത്തത് ബൈ ഹൂം ഹാവ് യു ബീൻ ടോട്ട് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ബൈ ഹൂ, അത് ശരിയാകത്തില്ല. ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ടു യു ബൈ ഹൂം. ഓക്കെ, അതും ശരിയാവില്ല. ബൈ ഹൂം ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ടു യു. ബൈ ഹൂം ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് ടു യു. ബൈ ഹൂം ഹാവ് യു ബീൻ ബൈ ഹൂം ഹാവ് യു ബീൻ ടോട്ട് ഇംഗ്ലീഷ്. ഇതാണ് കുറച്ചുകൂടി ആപ്റ്റ്. രണ്ടും കറക്റ്റാണ്. സംവൺ ഹാസ് സ്റ്റോളൻ ഹെർ ബാഗ്. ഹെർ ബാഗ് ഹാസ് ബീൻ സ്റ്റോളൻ. ഹെർ ബാഗ് ഹാസ് ബീൻ സ്റ്റോളൻ ബൈ സംവൺ, അല്ലെങ്കിൽ ഹെർ ബാഗ് ഹാസ് ബീൻ സ്റ്റോളൻ. He won't take lunch. Lunch will not be taken by him. Lunch won't. He will not. He won't take lunch. He would not take lunch. He will not take lunch. Lunch won't be taken by him. Will not എന്ന് പറയുമ്പോൾ won't. He won't take lunch. Would not ആണെങ്കിൽ wouldn't വരും. അപ്പോൾ he will not take lunch. Lunch will not be taken by him. Call the police. Let the police be called. You are ordered to call the police. Let him give the report. Let the report be given by him. Let him give the report. You are ordered to give the report. അത് let give the report എന്ന് പറഞ്ഞാലാണ് you are ordered to give the report. Let him give the report. Let the report be given by him. Who discovered America? America was discovered by whom? കുറച്ചുകൂടി ആപ്റ്റ്. By whom America was discovered. She teaches physics. Physics is taught by her. She is teaching physics. Physics is being taught by her. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സെൻറ്റൻസസിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ പാസീവ് വോയിസസ് ആണ്. പാസീവ് വോയിസ് ഓഫ് interrogative sentences. Passive voice of interrogative sentences. Interrogative sentencesലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ് ഓർ നോ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? യെസ്. ആർ യു ഫ്രം അമേരിക്ക? യെസ്. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസസ് എന്ന് പറയുന്നത്. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് ഡു വെച്ച് ബിഗിൻ ചെയ്യാം, ഈസ് വെച്ച് ബിഗിൻ ചെയ്യാം, ഡിഡ് വെച്ച് ബിഗിൻ ചെയ്യാം, അത് വാസ് വെച്ച് ബിഗിൻ ചെയ്യാം. അത് അതിൻ്റെ സബ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആം ഈസ് ആർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സബ് പാർട്ട് എന്ന് പറയുന്നത് ആം ഈസ് ആർ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ ക്വസ്റ്റ്യൻസും ആക്റ്റീവ് വോയിസും അതിൻ്റെ പാസീവായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പാസീവ് ഫോംസ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആം ഈസ് ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ.
പാസീവ് സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു ആക്റ്റീവ് സെൻറ്റൻസ് തരുവാണെന്നുണ്ടെങ്കിൽ ഈസ് ഹീ റൈറ്റിംഗ് എ പോയം, ഇതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് എങ്ങനെ വരും? ഈസ് ഹീ റൈറ്റിംഗ് എ പോയം ഈസ് എ പോയം ഈസ് സബ്ജക്റ്റ്, പോയം ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് എ പോയം ബീയിങ് റൈറ്റിൻ്റെ V3 റിട്ടൺ V3 പ്ലസ് ബൈ ഹിം, ഇതാണ് പാസീവ്. അപ്പോൾ ഈസ് ഹീ റൈറ്റിംഗ് എ പോയം, ഈസ് എ പോയം ബീയിങ് റിട്ടൺ ബൈ ഹിം. അടുത്ത എക്സാമ്പിൾ, ആർ ദേ പ്ലൗയിങ് ദ ഫീൽഡ്, അതാണ് ആക്റ്റീവ്. ഈസ് ദ ഫീൽഡ് ബീയിങ് പ്ലൗഡ് ബൈ ദം, ഇത് ഫീൽഡ്സ് ആണെങ്കിൽ ആർ ദ ഫീൽഡ്സ് ഒന്ന് തന്നെ. അപ്പോൾ സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് ദ ഫീൽഡ് ബീയിങ് പ്ലൗഡ് ബൈ ദം, പാസീവ്. ആം ഐ ക്യാച്ചിങ് ദ ബേർഡ്, ഈസ് ദ ബേർഡ് ബീയിങ് കോട്ട് ബൈ മീ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഡു ഓർ ഡസ് വെച്ച് ബിഗിൻ ചെയ്യുന്നതാണ്. ഡു ഓർ ഡസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, പാസീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആം ഈസ് ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബൈ. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഡു ഓർ ഡസിലായിരിക്കും ബിഗിൻ ചെയ്യുന്നത്. ആൻസർ വരുന്നത് ആം ഈസ് ആറിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഡസ് ഷീ നീഡ് എ പെൻ, ഈസ് എ പെൻ നീഡഡ് ബൈ ഹെർ. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ആക്റ്റീവ്, ഇത് പാസീവ്. ഈസ് എ പെൻ നീഡഡ് ബൈ ഹെർ. ഡു യു ലൈക്ക് റോസസ്, ആർ റോസസ് ലൈക്ക്ഡ് ബൈ യു. ഡു യു റൈറ്റ് എ സ്റ്റോറി, ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ യു. അപ്പോൾ ഇതാണ് ഡു ഓർ ഡസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് വിത്ത് ഡിഡ്. അപ്പോൾ ഡിഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഡിലായിരിക്കും ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഡിഡ് ഷീ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ബൈ. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഡിഡ് ഷീ റൈറ്റ് എ ലെറ്റർ, വാസ് എ ലെറ്റർ റിട്ടൺ ബൈ ഹെർ. ഡിഡ് ഷീ ഹെൽപ്പ് യു, വേർ യു ഹെൽപ്ഡ് ബൈ ഹെർ. ഇവിടെ യു പ്ലൂറലായതുകൊണ്ട് വേർ വരും, ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് വാസ്. ഡിഡ് വി ഫോൺ യു, വേർ യു ഫോൺഡ് ബൈ അസ്. അടുത്തെന്ന് പറയുന്നത് വാസ് ഓർ വെയർ ക്വസ്റ്റ്യൻസ് ആണ്. വാസ് ഓർ വെയർ ക്വസ്റ്റ്യൻസിൽ പാസീവിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് ആക്റ്റീവ് സെൻറ്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വാസ് ഓർ വെയറിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാസ് ഹീ കുക്കിംഗ് ഫുഡ്, അതിൻ്റെ ആൻസർ എങ്ങനെ വരും? വാസ് ഫുഡ് ബീയിങ് കുക്ക്ഡ് ബൈ ഹിം. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. അപ്പോൾ വാസ് ഹീ കുക്കിംഗ് ഫുഡ്, അതാണ് ആക്റ്റീവ് സെൻറ്റൻസ്. വാസ് ഫുഡ് ബീയിങ് കുക്ക്ഡ് ബൈ ഹിം, പാസീവ്. വേർ വി പ്ലേയിങ് ചെസ് സിംഗുലർ ആണ്. അപ്പോൾ വാസ് ചെസ് ബീയിങ് പ്ലേഡ് ബൈ അസ്. വാസ് ഹീ വാഷിംഗ് ദ ഡിഷസ് പ്ലൂറലാണ്. വേർ ഡിഷസ് ബീയിങ് വാഷ്ഡ് ബൈ ഹിം. ഇത്രയാണ് വാസ് ഓർ വെയർ ക്വസ്റ്റ്യൻസ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഹാസ് ഹാവ് ഹാഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹാസ് ഹാവ് ഹാഡ് ക്വസ്റ്റ്യൻ്റെ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഹാസ് ഹീ റിട്ടൺ എ ബുക്ക്, അതാണ് ആക്റ്റീവ് സെൻറ്റൻസ്. ഹാസ് എ ബുക്ക് ബീൻ റിട്ടൺ ബൈ ഹിം, പാസീവ്. ഹാവ് ദേ പ്ലേഡ് എ മാച്ച്, എ മാച്ച് ഹാസ് എ മാച്ച് ബീൻ പ്ലേഡ് ബൈ ദം. ഹാഡ് ഹീ റിട്ടൺ എ ലെറ്റർ, ഹാഡ് എ ലെറ്റർ ബീൻ റിട്ടൺ ബൈ ഹിം. അടുത്തെന്ന് പറയുന്നത് മൊഡാൽ ഓക്സിലറി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മൊഡാൽ ഓക്സിലറീസ് ക്യാന്, മേ, വില്ല് ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതേ മൊഡാൽ ഓക്സിലറീസ് വെച്ച് തന്നെ മൊഡാൽ ഓക്സിലറി പ്ലസ് ഇപ്പോൾ ക്യാൻ ആണെങ്കിൽ ക്യാൻ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ. ഇതാണ് അതിൻ്റെ പാസീവ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ മൊഡാൽ ഓക്സിലറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ക്യാൻ ഹീ കൺട്രോൾ ദ സിറ്റുവേഷൻ, ക്യാൻ ദ സിറ്റുവേഷൻ ബി കൺട്രോൾഡ് ബൈ ഹിം. മേ വി ക്രോസ് ദ റിവർ, മേ ദ റിവർ ബി ക്രോസ്ഡ് ബൈ അസ്. വിൽ യു സ്റ്റീൽ ദ ബാഗ്, വിൽ ദ ബാഗ് ബി സ്റ്റോളൻ ബൈ യു. ഇതാണ് മൊഡാൽ ഓക്സിലറി ക്വസ്റ്റ്യൻസ്.
ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസിലെ തന്നെ WH ക്വസ്റ്റ്യൻസ് ആണ്. WH വേർഡ്സ്. WH ക്വസ്റ്റ്യൻസിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് വാട്ട്, വൈ, വെൻ, വെയർ. സെക്കൻഡ് ഹൂ, തേർഡ് ഹൂം. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ WH ക്വസ്റ്റ്യൻസിൽ വാട്ട്, വെയർ, വൈ, വെൻ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാസീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതേ WH വേർഡ് പ്ലസ് ഒരു ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ബൈ. അതെങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. WHലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വിൽ യു റിട്ടേൺ മൈ മണി. വെൻ വിൽ യു റിട്ടേൺ മൈ മണി ആക്റ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ പാസീവ് എങ്ങനെ വരും? വെൻ വിൽ മൈ മണി ബി റിട്ടേൺഡ് ബൈ യു. അതാണ് പാസീവ് എന്ന് പറയുന്നത്. ഇനി ഒരു 2-3 എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ, വൈ ആർ യു ലാഫിങ് അറ്റ് ഹെർ. വൈ ഈസ് ഷീ ബീയിങ് ലാഫ്ഡ് അറ്റ് ബൈ യു. വെയർ ഡിഡ് ഹീ പുട്ട് ദ തിങ്സ്. വെയർ വെർ ദ തിങ്സ് പുട്ട് ബൈ ഹിം. വാട്ട് ഡിഡ് ഹീ സ്റ്റീൽ. വാട്ട് വാസ് സ്റ്റോളൻ ബൈ ഹിം. ഇത്രയാണ് ഫസ്റ്റ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൂ ക്വസ്റ്റ്യൻസ്. ഹൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഹൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൂ വെച്ചിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഹൂ ബ്രോക്ക് ദിസ് ബ്യൂട്ടിഫുൾ ടംബ്ലർ. ബൈ ഹൂം വാസ് ദിസ് ബ്യൂട്ടിഫുൾ ടംബ്ലർ ബ്രോക്കൺ. ഇപ്പോൾ ബൈ ഹൂം പ്ലസ് ഓക്സിലറി വെർബ് ഈഫ് നീഡഡ് പ്ലസ് V3. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ, ഹൂ ബ്രോക്ക് ദിസ് ബ്യൂട്ടിഫുൾ ടംബ്ലർ, അതാണ് ആക്റ്റീവ് സെൻറ്റൻസ്. ബൈ ഹൂം വാസ് ദിസ് ബ്യൂട്ടിഫുൾ ടംബ്ലർ ബ്രോക്കൺ, പാസീവ് വോയിസ്. ഹൂ സോൾവ്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. ബൈ ഹൂം വാസ് ദാറ്റ് ക്വസ്റ്റ്യൻ സോൾവ്ഡ്. ഹൂ ക്യാൻ ബ്രേക്ക് ദിസ് റൂൾ. ബൈ ഹൂം ക്യാൻ ദിസ് റൂൾ ബി ബ്രോക്കൺ. ബൈ ഹൂം ദിസ് റൂൾ ക്യാൻ ബി ബ്രോക്കൺ. അതിനുള്ള ബെറ്റർ ബൈ ഹൂം ക്യാൻ ദിസ് റൂൾ ബി ബ്രോക്കൺ. അടുത്തെന്ന് പറയുന്നത് ഹൂം ക്വസ്റ്റ്യൻസ് ആണ്. WHOM. ഹൂം ക്വസ്റ്റ്യൻ്റെ ഒരു പാസീവ് വോയിസിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൂ പ്ലസ് ഹാസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഹൂം ഹാവ് യു കോൾഡ്. ഹൂ ഹാസ് ബീൻ കോൾഡ് ബൈ യു. ഹൂം ഹാവ് യു കോൾഡ്. ഹൂ ഹാസ് ബീൻ കോൾഡ് ബൈ യു. അതാണ് ഹൂമിൻ്റെ ആക്റ്റീവും പാസീവും. 2 എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ, ഹൂം ഹാസ് ബീൻ ബീറ്റൺ. ഹൂം ഹാസ് ഹീ ബീറ്റൺ. ഹൂ ഹാസ് ബീൻ ബീറ്റൺ ബൈ ഹിം. ഹൂം ഹാസ് ഷീ റിപ്പോർട്ടഡ്. ഹൂ ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ ഹെർ. ഇത്രയാണ് ഹൂം ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെ WH ക്വസ്റ്റ്യൻസിൻ്റെ ഇൻട്രോഗേറ്റീവ് ടൈപ്പ് സെൻറ്റൻസസിൻ്റെ ആക്റ്റീവും പാസീവും വോയിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് ആക്റ്റീവ് പാസീവ് വോയിസസിൽ സ്ട്രക്ചർ, ഒരു സെൻറ്റൻസിൻ്റെ ജനറൽ സ്ട്രക്ചർ പറഞ്ഞു, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു വെർബിനെ ബേസ് ചെയ്ത് സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുകയാണോ റിസീവ് ചെയ്യുകയാണോ എന്നുള്ളതാണ് വോയിസസിൽ പറയുന്നത്. പിന്നെ എവിടെയൊക്കെയാണ് ആക്റ്റീവ് പാസീവ് വോയിസസിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ട 3 കേസസ്. ആക്റ്റീവ് പാസീവ് വോയിസിൽ വെർബിന് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആ റൂൾസ് യൂസ് ചെയ്തിട്ട് 5 എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ നമ്മൾ ജനറൽ എക്സാമ്പിൾസ് പറഞ്ഞു. അതിനുശേഷമാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ 2 ടൈപ്സ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ആമി സാറ്, ഡു, ഡസ്, ഡിഡ്, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, മൊഡാൽ ഓക്സിലറി ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് WH ക്വസ്റ്റ്യൻസിൽ വാട്ട്, വെയർ, വൈ, വെൻ ക്വസ്റ്റ്യൻസ്, ഹൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഹൂം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസസിൽ ഡിസ്കസ് ചെയ്തത്. ഇത് സിമ്പിളാണ്, ഇമ്പോർട്ടൻറ്റും ആണ്, എന്നാൽ ചില സമയത്ത് തെറ്റിപ്പോകാനും ചാൻസും ഉള്ളതാണ്. ഇപ്പോൾ SSC എക്സാംസിലാണെങ്കിലും വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ടോപ്പിക്സിലൊന്നാണ് ആക്റ്റീവ് പാസീവ് വോയിസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും. നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ ഒരു എക്സാമിൽ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 4 to 5 ഒക്കെ ചില എക്സാംസിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ബൈ.